ആൻഡ്രി ചേട്ടനുമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞ ഫൈറ്റ് സീൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? പുള്ളിയായിട്ട് എങ്ങനെ പിടിച്ചു? അത് കടലിൽ യാത്രയും ഈ ദുർഘടം ഓൾറെഡി കഴിഞ്ഞതാ. ശരിയാ, അത് കരയിലായിരുന്നു, ഇത് കടലിലെ വ്യത്യാസമുണ്ട്. ഇവിടെ പക്ഷെ ഇടിക്ക് വ്യത്യാസമില്ല. എവിടെ പോയാലും ഇടി ഒരു വ്യത്യാസമില്ലെന്നൊക്കെ. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ബാക്കി രണ്ടുപേർക്ക് രാജുര ഓൾറെഡി ചെയ്തു. അല്ലല്ല, ഞാൻ പറയട്ടെ, ഇപ്പൊ രാഹുൽ ബ്രോ ഒക്കെ അടിപൊളിയായിട്ടാണ് ആദ്യമായിട്ടാ ചെയ്യുന്നത്. അപ്പൊ ബ്രോ ആയതുകൊണ്ട് മറ്റേ നമ്മുടെ ഒരു ചെറിയ സ്ട്രഗിൾ ഒക്കെ തുടങ്ങിയിട്ട് അത് വലിയ ഫൈറ്റ് ഒക്കെ ആയി. പുള്ളി സൂപ്പർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഗംഭീരമായിട്ട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ. ബ്രോ ആയതുകൊണ്ട് എനിക്ക് അത് പുള്ളി കംഫർട്ടബിൾ ആക്കി. പുള്ളി പ്രശ്നമൊന്നുമില്ല, ഒരുപാട് ഇടി കൊണ്ടുവരുന്നുണ്ട് അങ്ങോട്ട്. അതില് കാര്യമൊന്നുമില്ല. പുള്ളി എനിക്ക് അതായത് പുള്ളി ആദ്യമായിട്ടാണ് ചെയ്യണമെന്ന് പറയണെങ്കിൽ അത് അത്ഭുതമാണ്. കാരണം ആ അത്ഭുതപാലം പുള്ളിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യണാണ് ഇങ്ങനെ ചെയ്യാൻ സംഭവം. കാരണം നമ്മളൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പുള്ളി അത് ആദ്യം കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്തു പുള്ളി. അത് കഴിഞ്ഞിട്ട് പുള്ളി ആ റിതത്തിലേക്ക് വന്ന് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തു. അത് ഞാൻ ചോദിക്കാൻ വന്നത്. ഇപ്പൊ ആദ്യമായിട്ടൊന്ന് ഓൾറെഡി പറഞ്ഞു, അതല്ലാതെ ഇപ്പം ശരിക്കും നിങ്ങൾ അഭിനയിച്ച് റിയൽ ആയിട്ട് എന്തെങ്കിലും ഇൻസിഡന്റ് വഴക്കുണ്ടാക്കിയിട്ടുണ്ടോന്നാണ് ചോദിക്കുന്നത്. വഴക്കും തല്ലും ഒന്നുമില്ല അല്ലെ? അഭിനയം ആ ഒരു രീതിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എല്ലാവരും നല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഒരു നമ്മളൊരു 10-70 ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല. കാരണം ഈ ബോട്ടിൽ വേറെ ഒന്നുമില്ല, നമ്മൾ തമ്മിൽ തന്നെ ഉള്ളൂ. നേരത്തെ പറഞ്ഞു തട്ടുന്ന മുട്ടുന്നൊക്കെ അതുകൊണ്ട് വേറെ ഒന്നുമില്ല എന്നൊക്കെ.